ഗുരുവായൂരിൽ ഒരു ചെറിയ വിദ്യാലയം ഉണ്ട്. ആ വിദ്യാലയത്തിന്റെ പ്രകൃതത്തെ നിർണയിക്കുന്നത് അവിടെയെല്ലാം പരന്നു കിടക്കുന്ന വെളുത്ത പൂഴി ആണ്. അവിടെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സാഹിത്യ സമ്മേളനത്തിന് പോയിരുന്നു. ആ സമ്മേളനത്തിൽ പല എഴുത്തുകാരും സ്വാഭാവികമായും പങ്കെടുത്തിരുന്നു. മനോഹരൻ വി പേരകത്തെ പോലുള്ള അന്നത്തെ ചെറുപ്പക്കാരായ എഴുത്തുകാരെ ആദ്യമായി കണ്ടതും അവിടെ വെച്ചാണ്. ആ വിദ്യാലയത്തിന്റെ വെളുത്ത മുറ്റത്ത് ഞങ്ങളുടെ നാട്ടിലൊന്നും, വടക്കൻ നാട്ടിലൊന്നും അന്ന് കാണാനില്ലാത്ത പച്ചയുടെ ഗോപുരം പോലുള്ള നല്ല പടർപ്പുള്ള, അധികം ഉയരമില്ലാത്ത ഒരു മരം ഉണ്ടായിരുന്നു. അതിന് വെളുത്ത പൂക്കളായിരുന്നു. സ്വാഭാവികമായും ആ മരത്തോട് എന്തോ ഒരിഷ്ടം തോന്നി. ആ മരത്തിന് നാഗരിക വൃക്ഷങ്ങളുടെ അതിസൗന്ദര്യം ഉണ്ടായിരുന്നുമില്ല. ഒരു നാട്ടുചെടിയുടെ ഭംഗി, സ്വാഭാവികത ആ മരത്തോടുള്ള ഇഷ്ടം വർദ്ധിപ്പിച്ചു. അതിനടുത്ത് നിൽക്കവേ ആ കറുത്ത കവി വാചാലനായി. ഡി വിനയേന്ദ്രൻ മാഷായിരുന്നു ആ വൃക്ഷത്തെക്കുറിച്ച്, ആ നാട്ടുമരത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞത്. അത് ഉങ്ങ് എന്ന മരമാണ്. ഉങ്ങിന്റെ ചെറിയ ഉരുണ്ട വെളുത്ത പൂക്കൾ, ആ പൂക്കളെ നാടോടി വഴക്കത്തിൽ പൊരി എന്നാണ് പറയുക. ഈ അരി വറുത്ത് പൊരിയാക്കുമ്പോൾ ഉണ്ടാകുന്ന രൂപമുണ്ടല്ലോ, ആ രൂപമാണ് ഉങ്ങിന്റെ ഭംഗിയുള്ള കൊച്ചു പൂക്കൾക്ക്. അങ്ങനെ ഉങ്ങിനെ കുറിച്ചുള്ള ചെറിയ ഒരു സംവാദം അവിടെ അദ്ദേഹത്തിന്റെ മുൻകൈയിൽ രൂപപ്പെടുകയുണ്ടായി. ഒരുപക്ഷെ അത് അവസാനിച്ചത് അദ്ദേഹത്തിന്റെ ഒരു ചൊല്ലിയാട്ടത്തിലായിരുന്നു. ഉങ്ങും പുന്നയും പൂത്തതിൽ വണ്ടുകൾ എങ്ങും പാടി കളിക്കുന്ന കണ്ടു എന്ന ഭൂതപ്പാട്ടിലെ വരിയിൽ അത് വളരെ വളരെ യുക്തിയോടുകൂടി അവസാനിച്ചു. ഈ ഉങ്ങിന് സമീപത്ത് വെച്ചാണ് ഡി വിനയേന്ദ്രനെ ഞാൻ ആദ്യമായി കണ്ടതും കേട്ടതും. വിനയചന്ദ്രൻ ഒറ്റ മനുഷ്യനാണെങ്കിലും ഒറ്റ കവി അല്ല. ഒരുപാട് കവിതകൾ എഴുതിയ ആളാണ് അദ്ദേഹം. അദ്ദേഹം പലതരം കവിതകൾ എഴുതി എന്നും പറയാം. പല മലയാളം അധ്യാപകരിൽ നിന്ന് വ്യത്യസ്തനായി അദ്ദേഹത്തിന് ഇംഗ്ലീഷിലൂടെ അറിയാമായിരുന്ന ഒരുപാട് നാടുകളിൽ, പ്രധാനമായും യൂറോപ്പിന് പുറത്തുള്ള ലാറ്റിൻ അമേരിക്കൻ, ആഫ്രിക്കൻ കവിതകളുമായി വല്ലാത്ത ആത്മബന്ധം ഉണ്ടായിരുന്നു. ലോകം മുഴുവൻ കവിത അന്വേഷിച്ച ഒരാളായിരുന്നു വിനയചന്ദ്രൻ. അദ്ദേഹത്തിന്റെ ലൈബ്രറിയിൽ പുസ്തകങ്ങൾ മാത്രമല്ല ഉണ്ടായിരുന്നത്, മരങ്ങളും വഴികളും മലകളും പെണ്ണുങ്ങളും ആണുങ്ങളും അധ്വാനിക്കുന്നവരും കൃഷിസ്ഥലങ്ങളും ഫാക്ടറികളും വേശ്യാതെരുവുകളും നഗരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത്ര വിപുലമായ ഒരു ലൈബ്രറിയെ ആന്തരികവൽക്കരിച്ച ആളാണ് ഡി വിനയേന്ദ്രൻ എന്ന് അദ്ദേഹത്തെ വായിക്കുമ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്. ഓർക്കുകയാണ്, ഞാൻ ആദ്യം സ്വന്തം നിലക്ക് വാങ്ങിച്ച പുസ്തകങ്ങളിൽ ഒന്ന് കൂന്തച്ചേച്ചി ആണ്. അത് വാങ്ങേണ്ട ഒരേ ഒരു കാരണം, അതിന് കറുത്ത വിനയചന്ദ്രന്റെ സ്വഭാവം നല്ലോണമുള്ള ഒരു കവറുണ്ട് എന്നുള്ളതല്ല. അതിന് വളരെ ചെറിയ പുസ്തകമാണത്, വളരെ ചെറിയ വിലക്ക് വാങ്ങാം. അങ്ങനെ ആ പുസ്തകം ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് വാങ്ങുകയുണ്ടായി.
ആ കവിതകളിൽ നല്ല ചിത്രങ്ങളും ഉണ്ടായിരുന്നു, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ. ആ ചിത്രങ്ങളിലും വല്ലാത്ത വിനയചന്ദ്ര സ്വഭാവം കാണുകയുണ്ടായി. കൂന്തച്ചേച്ചി ഒരു നാടോടി മട്ടിലുള്ള പുതിയ കവിതയാണ്. അധ്വാനിച്ച് ജീവിച്ചു പോന്ന, യഥാർത്ഥത്തിൽ സ്നേഹം കിട്ടാത്ത കൂന്തച്ചേച്ചിയെ കുറിച്ച് ഉള്ള ഒരു വിലാപകാവ്യം അന്ന് മനസ്സിനെ വല്ലാതെ സ്പർശിക്കുകയുണ്ടായി. ഇന്നും ആ കവിത വായിച്ച ഓർമ്മ മനസ്സിൽ ഉണ്ട്. ഒരു ഒരു വളരെ സത്യസന്ധമായ ആത്മാർത്ഥമായ ഒരു വികാര ഭാഷയായി അത് മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. വിനയേന്ദ്ര മാഷ് വലിയ വായനക്കാരനായിരുന്നു എന്ന് വീണ്ടും പറയട്ടെ. അതുകൊണ്ട് തന്നെ അദ്ദേഹം പല പല നിലപാടുകൾ സാഹിത്യത്തോട് സ്വീകരിച്ചിരുന്നു, ജീവിതത്തോട് സ്വീകരിച്ചിരുന്നു, സംസ്കാരത്തോട് സ്വീകരിച്ചിരുന്നു. പരസ്പരം കലഹിക്കുന്ന നിലപാടുകൾ പോലും ഉണ്ടായിരുന്നു. അദ്ദേഹം നിലപാടുകളിലേ വിശ്വസിച്ചിരുന്നുള്ളൂ. നിലപാടുകളെ കൃത്രിമമായി ഇണക്കാനുള്ള സൂത്രം, അതിസാമർഥ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ആരുടെയും അംഗീകാരം അങ്ങനെ വേണമായിരുന്നില്ല എന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് ഗോത്ര സ്വഭാവമുള്ള ഒരു പ്രകൃതം ഉണ്ടായിരുന്നു. ഒരു ഗോത്ര കവിയെ പോലെ ജീവിച്ച ഒരാൾ. പാട്ടും ജീവിതവും തമ്മിൽ ബന്ധമില്ലാത്ത ജീവിതമല്ല, പാട്ടും ജീവിതവും ഒന്നാണെന്ന് വിചാരിച്ച ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ക്ലാസ് മുറികൾ, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ഒക്കെ ഈ നിലക്ക് ചിട്ടപ്പെട്ടവയായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. പല സാധ്യതകളുടെ സർഗാത്മകത അന്വേഷിച്ച ഒരാളാണ്. അദ്ദേഹത്തിന് കുടുംബം ഉണ്ടായിരുന്നില്ല, കല്യാണം കഴിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ലോകവുമായി സഹവസിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നു, സമയം ഉണ്ടായിരുന്നു. ആ നിലക്ക് അദ്ദേഹം ശരിയായ ജനാധിപത്യവാദിയായി, യഥാർത്ഥ ആധുനികനായി. പലപ്പോഴും കുടുംബവുമായുള്ള ബന്ധം നമ്മളെ ആധുനികതയിൽ നിന്ന് അകറ്റും. പഴയ വിശ്വാസങ്ങൾ, പഴയ രീതികൾ, മാർക്കറ്റുമായിട്ടുള്ള അടുപ്പം, ഇങ്ങനെ യഥാർത്ഥ ജനകീയ ആധുനികനാവാതിരിക്കാൻ ഒരാളെ പ്രേരിപ്പിക്കുന്ന, ഒരുപക്ഷെ നിർബന്ധിക്കുന്ന വ്യവസ്ഥയാണ് മധ്യവർഗ കുടുംബം എന്നറിയാം. പക്ഷേ വിനയേന്ദ്രന് കുടുംബം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് സ്വന്തം നിലക്കുള്ള ഒരു ജനകീയ ആധുനികത, പ്രകൃതിക്കും വലിയ ഇടമുള്ള, പാരമ്പര്യത്തിന് വലിയ ഇടമുള്ള ഒരു ജനകീയ ആധുനികതയിൽ തന്നെ ജീവിക്കാൻ വേണ്ടി സാധിച്ചു. അതുകൊണ്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള നിരീക്ഷണങ്ങൾ അദ്ദേഹത്തിന് തുടരെ അവതരിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു. നാടകീയമായിട്ടുള്ള ഇഫക്റ്റിന് വേണ്ടി ഉണ്ടാക്കിയ നിലപാടുകളോ അല്ലെങ്കിൽ വിശദീകരണങ്ങളോ ഒന്നുമായിരുന്നില്ല അവ. അദ്ദേഹം തൻ്റെ നിത്യവികസ്വരമായ, അത്യന്തം ജൈവമായ ഒരു സൗന്ദര്യശാസ്ത്ര ബോധത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നിരീക്ഷണങ്ങളാണ്. ഒന്ന് എനിക്ക് ശരിക്കും ഓർമ്മയുണ്ട്. ഒരു വർഷത്തെ നല്ല പുസ്തകങ്ങളെ കുറിച്ച് പറയാൻ ഏതോ പത്രാധിപർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ വർഷത്തെ ഏറ്റവും നല്ല നിരൂപണ ഗ്രന്ഥത്തെ കുറിച്ച് ഞാൻ ആദ്യം പറയാം. അത് കലാമണ്ഡലം കൃഷ്ണൻ നായരുടെ ആണ്. കലാമണ്ഡലം കൃഷ്ണൻ നായർ വലിയ നടനാണ്, കഥകളി നടനാണ്. പക്ഷെ അദ്ദേഹം നിരൂപകനാണെന്ന് ആരും വിചാരിക്കുന്നില്ല. പക്ഷെ ഇദ്ദേഹം പറയുന്നു, നളചരിതം ആട്ടക്കഥക്ക് അദ്ദേഹം എഴുതിയിട്ടുള്ള ആട്ടപ്രകാരമുണ്ട്. നളചരിതത്തിന് കലാമണ്ഡലം കൃഷ്ണൻ നായർ എഴുതിയ ആട്ടപ്രകാരം അത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിരൂപണ ഗ്രന്ഥം എന്ന് പറയുന്ന സമയത്ത് നിരൂപണത്തെക്കുറിച്ച് വളരെ വ്യത്യസ്തമായ ഒരു ഏർപ്പാടാണ്. ഞങ്ങൾ അധ്യാപകരുടെ, ഇംഗ്ലീഷ് മലയാളമൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ എന്തോ ഒരു എഴുത്ത് പണിയാണ് നിരൂപണം എന്നുള്ള പൊതുധാരണ നിലനിൽക്കുന്നുണ്ട്, ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് വളരെ അപകടകരമാണ്. ആ ധാരണയ്ക്ക് വിരുദ്ധമായിട്ട് എന്താണ് നിരൂപണം, നിരൂപണത്തിന്റെ കേരളീയമായുള്ള വേരുകൾ എങ്ങനെയാണ് സാധ്യമാവുക പോലുള്ള ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു നിലപാടായിട്ട് ഈ കൃഷ്ണൻ നായരുടെ ആട്ടപ്രകാരത്തെക്കുറിച്ചുള്ള പരാമർശത്തെ നമുക്ക് ഇന്ന് കണക്കാക്കാൻ വേണ്ടി തോന്നുകയാണ്. അതേപോലെ നേരെ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു കാര്യം കൂടി പറയാം. അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങളെ കുറിച്ച് എവിടെയോ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, എനിക്ക് നല്ല പെണ്ണുങ്ങളുടെ വയറ്റിൽ ഉമ്മ വെക്കാൻ ഇഷ്ടമാണ്. അദ്ദേഹം അവിവാഹിതനായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അത് പറയുന്നത് അധികാമം കൊണ്ടല്ല, ലൈംഗികമായിട്ടുള്ള വല്ലാത്ത ആവിഷ്കാരം എന്ന് അതിനെ കാണാൻ വേണ്ടി പറ്റില്ല. അദ്ദേഹം സൗന്ദര്യ പദ്ധതിയായിട്ട് അതിനെക്കുറിച്ച് പറയുകയാണ്, നല്ല വയറ്റിൽ ഉമ്മ വെക്കാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അത് സർഗാത്മകതയുടെ മറ്റൊരു ആവിഷ്കാരമായിട്ട്, മറ്റൊരു തുറയായിട്ട് മാത്രമേ കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുമായിട്ട് ഞാൻ അധികം സഹവസിച്ചിട്ടില്ല. അദ്ദേഹത്തെ വലിയ ഇഷ്ടമായിരുന്നു. ഞാൻ എഴുതുന്ന കൊച്ചു കാര്യങ്ങൾ അദ്ദേഹം ശ്രദ്ധിക്കുമായിരുന്നു, അതൊക്കെ അറിയാം. പക്ഷെ അദ്ദേഹമായിട്ട് എനിക്ക് അധികം സഹവസിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം അവസാനമായി ജോലി ചെയ്തിരുന്ന കോട്ടയം യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൽ ഒരു പ്രഭാഷണത്തിന് എന്നെ വിളിച്ചിരുന്നു. പ്രഭാഷണമാണോ അല്ല കോളേജ് അധ്യാപകർക്ക് വേണ്ടിയുള്ള ക്ലാസ് ആണോ എന്ന് ഉറപ്പില്ല. ഏതായാലും അദ്ദേഹമായിരുന്നു അതിൻ്റെ പ്രധാന കൈകാര്യകർത്താവ്. അവിടെ പോയി
അന്ന് 2 സ്ഥലങ്ങൾ ഞങ്ങൾ സന്ദർശിക്കേണ്ടായി ക്ലാസ്സിന് ശേഷം. ചെറിയ ഡിസംബർ തണുപ്പുണ്ടായിരുന്നു, ചെറിയ തണുപ്പ്. ആ തണുപ്പിന്റെ കൂടി സഹവാസത്തോടെ ഞങ്ങൾ 2 സ്ഥലങ്ങളിലേക്ക് പോയി. ഒന്ന് അദ്ദേഹത്തിന്റെ വാടക വീടാണ്. വാടക വീടാണെന്ന് ഓർമ്മിക്കുക, അദ്ദേഹം വീടൊന്നും സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ആളല്ല. വാടക വീട്, ചെറിയ വാടക വീട്, ചെറിയ വീട്. ആ വീട്ടിലേക്ക് കടക്കുമ്പോൾ ഒരു ചെറിയ മുറി. ആ മുറിയിൽ നിറയെ മാഗസിൻസ് ആണ്. അദ്ദേഹത്തിന് അയച്ചു കിട്ടിയ ഒരുപാട് മാസികകൾ, ഏറെയും അതിന്റെ റാപ്പർ നീക്കം ചെയ്യാതെ അവർ കടക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എന്റെ വിശദീകരണത്തിന് നിങ്ങൾ സങ്കല്പിക്കാനാവാത്ത അത്രയും എണ്ണം ഉണ്ടായിരുന്നു. എത്രയോ വർഷങ്ങളായിട്ട് അദ്ദേഹം അവിടെ ജോലി ചെയ്യുന്നുണ്ട്, അവിടെ ആ വീട്ടിൽ താമസിക്കുന്നുണ്ട്. പക്ഷെ അത് മാസികകളുടെ ഒരു കാടായിരുന്നു. കാന്താരം എന്ന് പറയുമ്പോൾ അത് പിന്നെ വിനയേന്ദ്രന്റെ രീതിയിൽ പറയാം, ഒരു പുസ്തകങ്ങളുടെ കാന്താരമായിട്ട് മാറിയിട്ടുള്ള ഒരു കൊച്ചുമുറി. അദ്ദേഹത്തിന് അതിന്റെ അപ്പുറത്തെ കിടപ്പുമുറിയിലേക്ക് പ്രവേശിക്കാനായിട്ട് ചെറിയൊരിടം മാറ്റി നിർത്തിക്കൊണ്ട് പുസ്തകങ്ങൾ അവിടെ വന്ന് നിറഞ്ഞിരുന്നു. അതൊരു ഇൻസ്റ്റലേഷൻ പോലെ. അതുകൊണ്ട് അദ്ദേഹം വായനക്കാരനല്ലാന്ന് തോന്നുന്നു. പക്ഷെ അദ്ദേഹം സ്വന്തം നിലക്ക് വലിയ നിലക്ക് വായിക്കുന്നുണ്ട്. പക്ഷെ ഈ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് വായിക്കാൻ എന്തുകൊണ്ടോ താല്പര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പുസ്തകങ്ങളുടെ കാര്യത്തിൽ വേറെ തരത്തിൽ ഭ്രാന്തനായിരുന്നു. പക്ഷെ ഇങ്ങനെയുള്ള കൃതികളിലേക്ക് എന്തോ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇത് അദ്ദേഹത്തിന്റെ വായനയിലെ ഒരു വൈരുദ്ധ്യത്തെ വെളിപ്പെടുത്തുന്ന കാര്യമാണ്. പി ബാലചന്ദ്രൻ, നടനും അധ്യാപകനും ഒക്കെ ആയിട്ടുള്ള, നാടക പ്രവർത്തകനും ഒക്കെ ആയിട്ടുള്ള പി ബാലചന്ദ്രൻ, അന്ന് അദ്ദേഹം സ്കൂൾ ഓഫ് ലെറ്റേഴ്സിലെ ഒരു അധ്യാപകനായിരുന്നു. അപ്പോൾ ബാലചന്ദ്രനും ഉണ്ടായിരുന്നു. നമ്മൾ 3 പേരാണ് ഒന്നിച്ചുണ്ടായിരുന്നത്. അപ്പോൾ ബാലചന്ദ്രൻ ചില തമാശകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ വീട് എന്നെ വീട് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്. സാധാരണ ഒരാൾ വീട് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ആ വീടിന്റെ മഹത്വം, അവിടെയുള്ള ഫർണിച്ചറുകളുടെ പിന്നെ മിനുസം അല്ലെങ്കിൽ അതിന്റെ രാജകീയത ഇതൊക്കെ കാണിച്ചിട്ട് തന്റെ സുഹൃത്തിനെ ഞെട്ടിക്കാനാണ് ആളുകൾ വീട്ടിലേക്ക് വിളിക്കുക. പക്ഷെ ഇതൊന്നും അല്ല. എന്തിനാണ് അദ്ദേഹം വീട്ടിലേക്ക് വിളിച്ചതെന്ന് എനിക്ക് ഇന്നും അറിഞ്ഞുകൂടാ. അദ്ദേഹം നമ്മൾ ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഉള്ളിലേക്ക് പോയിട്ട് എന്തോ ഒരു ചെറിയ സാധനം എടുത്തു കൊണ്ടുവന്നു. അതിനെ കാണിച്ചു. അത് രുദ്രാക്ഷമായിരുന്നു. അദ്ദേഹം ഹിമാലയത്തിൽ പലതവണ പോയിട്ടുണ്ട്. ഹിമാലയത്തിലെ ഒരു യാത്രയുടെ ബാക്കിയാണ് ആ രുദ്രാക്ഷം. ആ രുദ്രാക്ഷം എൻ്റെ കയ്യിലേക്ക് തന്നുകൊണ്ട് പറഞ്ഞു, ഇത് കുഞ്ചുവിനെ സ്വർണത്തിൽ കെട്ടിച്ച് കഴുത്തിൽ തൂക്കാൻ വേണ്ടി തയ്യാറാക്കി കൊടുക്കണം. ഈ സ്വർണം കെട്ടിക്കണം, എന്നിട്ട് കുഞ്ചുവിൻ്റെ കഴുത്തിൽ ഇട്ട് കൊടുക്കണം. എൻ്റെ മകന്റെ പേര് കുഞ്ചു എന്നാണെന്ന് അദ്ദേഹത്തിന് ഓർമ്മയുണ്ടായിരുന്നു. അത് വല്ലാത്തൊരു കാര്യമാണ്. ഞാൻ വളരെ ചെറിയ ഒരാളാണെന്ന് എനിക്ക് അറിയാം. അന്നും അതെ ഇന്നും അതെ, ഞാൻ ചെറിയ ആളാണ്. പക്ഷെ ഈ ചെറിയ ആളുടെ ഒരു മകന്റെ പേര് ഓർമ്മിക്കത്തക്ക രീതിയിലുള്ള സൗഹൃദത്തിന്റെ വിസ്തൃതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അത് വല്ലാത്തൊരു സൗഹൃദ സ്മൃതിയായി മനസ്സിൽ നിൽക്കുകയാണ്. ഈ പ്രസംഗത്തിന് മനസ്സുകൊണ്ട് തയ്യാറെടുക്കുമ്പോൾ എൻ്റെ മകനോട്, അന്നവൻ ചെറിയ കുട്ടിയാണ്, ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ അവൻ്റെ മുഖവും തിളങ്ങിയത് ഞാൻ നന്ദിയോടുകൂടി ഓർമ്മിക്കുകയാണ്. ആ മുഖത്ത് വിനയേന്ദ്രൻ്റെ ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ തിരയടിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ഞാൻ സ്വർണം കെട്ടിച്ചൊന്നുമില്ല, വീട്ടിൽ ആ കുറേ കാലം അത് സൂക്ഷിച്ചിരുന്നു. ഇപ്പോൾ അത് കാണാതായി. വലിയ നഷ്ടമാണത്, വലിയ തെറ്റാണത് എന്ന് എനിക്ക് തോന്നുന്നു. അന്ന് ഞങ്ങളൊരു ബാറിൽ പോയി. ബാലചന്ദ്രനും വിനയേന്ദ്രനും മദ്യപിക്കണമായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ ഞാനും ബാറിൽ പോയി. അപ്പോൾ എനിക്കെന്തോ നാരങ്ങ വെള്ളമോ മറ്റോ അദ്ദേഹം തന്നു, ഓർഡർ ചെയ്ത് തന്നു. പിന്നെ അത് ഞങ്ങൾ 3 പേരും പിന്നെ അവിടുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ മദ്യപിക്കുന്നു, ഞാനത് നോക്കി നിൽക്കുന്നു, നാരങ്ങ വെള്ളം എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 4ാമത്തെ ഗ്ലാസ് എൻ്റെ കൈ തട്ടിയിട്ട് നിലത്തേക്ക് വീണു. സ്പടിക ഗ്ലാസ്സാണ്, പക്ഷെ ആ ഗ്ലാസ് പൊട്ടിയില്ല. നല്ല ശബ്ദത്തോടെ വീണു. ഞാനാ ഞെട്ടിപ്പോയാണ്. ബാറിന്റെ ഒരു ശാന്തമായിട്ടുള്ള അന്തരീക്ഷമാണ്, എന്തോ ആണ്, കുടിയന്മാരുടെ തിരക്കുള്ള സമയം ആയിരുന്നില്ല. അപ്പോൾ ഞാൻ ഒന്ന് ഭയപ്പെട്ടു. എനിക്ക് ബാറിലെ രീതികൾ ഒട്ടും പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ വല്ലാതെ ഭയം തോന്നി. പക്ഷെ ആ ഗ്ലാസ് ഉടഞ്ഞു പോയില്ല. ആ ഗ്ലാസ് പെറുക്കി ഞാൻ മേശപ്പുറത്ത് വെക്കവേ അദ്ദേഹം പറഞ്ഞു, ഇത് ക്ലാസിക് ഗ്ലാസ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ക്ലാസിക് എന്നുള്ള കമ്പനിയുടെ ഗ്ലാസ് ആയിരിക്കുന്നതാണ്. അതല്ല, ക്ലാസിക് എന്ന് പറയുന്നൊരു സംസ്കാരമുണ്ട്. അതങ്ങനെ ഉടഞ്ഞു പോകുന്നതല്ല. ഒരാളുടെ കൈ തട്ടിയാൽ, ഒരാളുടെ ചെറിയ ഇടപെടൽ കൊണ്ട് ഉടഞ്ഞു പോകുന്നതല്ല ക്ലാസിക് എന്ന സംസ്കാരം. ക്ലാസിക് എന്ന് പറയുന്നത് ചില സ്ഥിരമായിട്ടുള്ള കലാധാരണകളുടെയും സാംസ്കാരിക ധാരണകളുടെയും ഒരു ഇടമാണ്, ഒരു സ്ഥലമാണ്, ഒരു ജൈവമണ്ഡലമാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് എന്ന് പിന്നീട് മനസ്സിലായി. അങ്ങനെ ഉടഞ്ഞു പോകുന്ന ഒന്നല്ല ക്ലാസിക് എന്നുള്ള.
അത് പാരമ്പര്യത്തോടുള്ള ഇഷ്ടം കൊണ്ട് പറയുന്നതല്ല, ക്ലാസിക് എന്ന ബോധം ഉള്ള ഒരാളായിരുന്നു അദ്ദേഹം. കഥകളി പോലുള്ള കാര്യങ്ങളിൽ വലിയ ശ്രദ്ധയും പാണ്ഡിത്യവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് അറിയുന്നത് കൊണ്ട് എനിക്ക് എളുപ്പത്തിൽ ആ വാക്കിൻ്റെ പിരിവുകൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. അദ്ദേഹം കാലിക്കടവിൽ വന്നിരുന്നു. കാലിക്കടവ് എൻ്റെ വീടിന് അടുത്തുള്ള 1 കിലോമീറ്റർ അപ്പുറമുള്ള നാഷണൽ ഹൈവേയിലുള്ള ചെറിയ ജംഗ്ഷനാണ്. അവിടെ അദ്ദേഹം ഒരു മീറ്റിങ്ങിൽ പ്രസംഗിച്ചത് നല്ല ഓർമ്മയുണ്ട്. പക്ഷേ അന്ന് ഒട്ടും പറ്റാത്ത സമയത്ത് അദ്ദേഹത്തിന് വൈകുന്നേരത്തെ വണ്ടിക്ക് തിരിച്ചു പോകണം. അപ്പോൾ 5 മണിക്ക് മറ്റോ നല്ല വെയിലുണ്ട്. അപ്പോൾ 5 മണിയാണെങ്കിൽ നല്ല വെയിലുണ്ട്. അധികം ആൾക്കാർ കൂടിയിരുന്നുമില്ല. പക്ഷെ അദ്ദേഹം ഈ ആൾക്കാരൊന്നും വിഷയമല്ല. ആൾക്കാരുണ്ട് അവിടെ, മീൻ വാങ്ങാൻ വേണ്ടി വന്ന ആൾക്കാരുണ്ട്, പച്ചക്കറി വാങ്ങാൻ വേണ്ടി വന്ന ആൾക്കാരുണ്ട്, വെറുതെ നടക്കുന്ന വൃദ്ധരായിട്ടുള്ള ആളുകളുണ്ട്, ഓഫീസിൽ നിന്ന് തിരിച്ചു പോകുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ പണിസ്ഥലത്ത് നിന്ന് തിരിച്ചു പോകുന്ന ആൾക്കാരുണ്ട്, മരങ്ങൾ എവിടെയുണ്ട്, വാഹനങ്ങളുണ്ട്. അപ്പോൾ അത് ലോകം എങ്ങനെയാണോ അങ്ങനെയൊക്കെയാണ് അന്നത്തെ അവസ്ഥ. ഈ കുറച്ചുപേര് കസേരയിട്ട് ഇതിന് മുന്നിൽ ഇരിക്കുന്നുമുണ്ട്. എല്ലാവരെയും ഈ പ്രകൃതിയെ മൊത്തത്തിൽ, ഈ മഹാകാശത്തെ മൊത്തത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ട പ്രസംഗം ഒരുപക്ഷെ അദ്ദേഹത്തിന് ഏറ്റവും നല്ല പ്രസംഗങ്ങളിൽ ഒന്നായിരുന്നു എന്ന് വിചാരിക്കാം. അദ്ദേഹം ഒരു പെർഫോമർ കൂടിയായിരുന്നു, നല്ല അർത്ഥത്തിൽ, ഏറ്റവും സർഗാത്മകമായ അർത്ഥത്തിൽ അദ്ദേഹം ഒരു പ്രകടന കലാകാരൻ കൂടിയായിരുന്നു എന്നൊന്ന് മനസ്സിലായി. അത് മുമ്പേ മനസ്സിലായി, പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് മനസ്സിലാകുമ്പോൾ ആ മനസ്സിലാകലിന് വലിയ ഒരു ആസ്വാദ്യതയുണ്ടല്ലോ, അത് അന്ന് മനസ്സിലായി. അത് അദ്ദേഹത്തെ കവിതകൾ വായിക്കുകയും കവിതകളെ വിശദീകരിക്കുകയും ഒക്കെ ചെയ്ത ഒരു പ്രസംഗമായിരുന്നു. അത് ആളുകളെ, കവിതയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ആളുകൾ സ്വാഭാവികമായിട്ടും ആ ഗ്രാമമൂലയിൽ ഉണ്ട്, ആ ജംഗ്ഷനിലുണ്ട്. അവരൊക്കെ ഇന്നും ഇരുന്നും അദ്ദേഹത്തിന്റെ കവിത ശ്രദ്ധിക്കുകയും അങ്ങനെ തുടങ്ങുമ്പോൾ വളരെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവിടെയുള്ള ആളുകളെ മുഴുവൻ തൻ്റെ ഈ പ്രകടനത്തിലേക്ക് ആകർഷിക്കാൻ അദ്ദേഹത്തിന് എളുപ്പത്തിൽ മിനിറ്റുകൾ കൊണ്ട് സാധിക്കുകയും ചെയ്തു എന്നുള്ളത് വലിയ ഒരു ഓർമ്മയാണ്. വിനയേന്ദ്രൻ മാഷ് ഒരു വാടക മുറിയിലോ മറ്റാണ് തിരുവനന്തപുരത്ത് അവസാന കാലത്ത് താമസിച്ചത്. അദ്ദേഹം അസുഖമുണ്ടായിരുന്നു, കരളിൻ്റെ അസുഖമുണ്ടായിരുന്നു കേട്ടത്. പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കിയ കാര്യം, അദ്ദേഹം അലോപ്പതി മരുന്നുകൾ സ്വീകരിക്കാൻ തയ്യാറുള്ളായിരുന്നു. കഷായം മറ്റും കഴിച്ചാണ് അദ്ദേഹം തൻ്റെ വേദനയെ അടക്കാൻ ശ്രമിച്ചത്. പക്ഷെ വേദന അടങ്ങി നിന്നില്ല, അത് വലിയ വേദനയായി. അവസാന വേദന ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് വിനയേന്ദ്രൻ മാഷെ കൊണ്ടുപോവുകയും ചെയ്തു. നമുക്ക് ഡി വിനയേന്ദ്രൻ എന്ന വലിയ കലാകാരനെ നഷ്ടപ്പെട്ടു. ഇന്ന് വിനയേന്ദ്രൻ ഏതാണ്ട് വിസ്മൃതനാണ്. വിനയേന്ദ്രന് ആരാധകരുണ്ടായിരുന്നു, പക്ഷെ ആരാധക ഗുണ്ടകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ഒരു സ്ഥാപനമായിരുന്നില്ല. അദ്ദേഹത്തിന് ഏതെങ്കിലും ജാതിയുടെയോ മതത്തിൻ്റെയോ സംഘടനകളുടെയോ പിൻബലം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് പിൻബലം ഈ ലോകം മൊത്തമായിരുന്നു, സംസ്കാരം മൊത്തമായിരുന്നു, പ്രകൃതി മൊത്തമായിരുന്നു. അതിനപ്പുറത്ത് അദ്ദേഹത്തിന് ആ പിൻബലം സംഘടനകളുടെ വലിയ പിൻബലം ഉണ്ടായിരുന്നില്ല, ഒട്ടും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ഇല്ലാതായപ്പോൾ ആളുകൾക്ക് വിഷമമുണ്ടായി. പക്ഷെ അദ്ദേഹത്തെ ഓർമ്മിക്കാൻ, പുസ്തകങ്ങളുടെ പുതിയ പതിപ്പുകൾ കൊണ്ടുവരാൻ, അദ്ദേഹത്തിൻ്റെ പേരിൽ പുരസ്കാരം ഏർപ്പെടുത്താൻ ഞാനടങ്ങുന്ന സുഹൃത്തുക്കൾക്കൊന്നും കഴിഞ്ഞില്ല. പക്ഷെ സ്വന്തം ബലം കൊണ്ട്, സ്വന്തം കവിതകളുടെ, സ്വന്തം കഥകളുടെ, സ്വന്തം ലേഖനങ്ങളുടെ, അധ്യാപന പ്രവർത്തനങ്ങളുടെ, ചിത്രങ്ങളുടെ ഒക്കെ ബലത്തിൽ, തർജ്ജമകളുടെ ഒക്കെ ബലത്തിൽ നിലനിൽക്കാൻ കഴിയുന്ന ഒരാളാണ് ഡി വിനയേന്ദ്രൻ എന്ന് തോന്നുന്നു. വിനയേന്ദ്രന്റെ പുസ്തകങ്ങളുടെ പുതിയ പതിപ്പുകൾ വരേണ്ടത് മലയാള കവിതയുടെ ആവശ്യമാണ്. നമുക്ക് മറക്കാൻ സാധിക്കുന്ന ഒരാളല്ല ഡി വിനയേന്ദ്രൻ. വിനയേന്ദ്രനെ സക്രിയമായി ഇങ്ങനെയൊക്കെ ഓർമ്മിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്, അദ്ദേഹത്തിന് വേണ്ടിയല്ല. നമ്മളൊക്കെ വിനയേന്ദ്രന്റെ കുടുംബത്തിൽ ചേരുന്നത് നമ്മുടെ നന്മക്ക്, നമ്മുടെ മെച്ചത്തിന് വേണ്ടിയാണ് എന്ന് തോന്നുന്നു. ഈ കറുത്ത കവിയെ, ലോകത്തിൻ്റെ ഒരുപാട് നിറങ്ങൾ സ്വാംശീകരിച്ച ഈ വിചിത്ര മലയാളിയെ ഞാൻ ഓർമ്മിക്കുന്നു.